അക്കാറ്റും കാറ്റില്ല ഇക്കാറ്റും കാറ്റില്ല തീരാവടക്കേ പോയി വീശിയാടിയളകാറ്റ് മംഗലാപുരത്തേക്ക് ഓടിയ ഓടക്കാർ അവരെ കരക്ക് അടുപ്പിക്കല്ലാകാറ്റ് കാറ്റേ 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 ലങ്കണ്ണിക്കാറ്റേ നീയുണ്ടോ ഞങ്ങളെ കോലോടം കണ്ട് നാം കണ്ട മംഗലാപുരത്തെല്ലാം എന്നെ ചെയ്യണ്ട മൂടയും ഏറ്റിക്കൊണ്ടപ്പ വരുവാം മൂടയും ഏറ്റിക്കൊണ്ടപ്പ വരുവാം പട്ടാണിയുണ്ടെങ്കിൽ നാളെ വരുമേ പട്ടുനൂലുണ്ടെങ്കിൽ ഇന്ന് വരുമേ. കാറ്റിനെ മട്ട കണ്ടാൽ എത്താം ചാൻസ് ഉണ്ട്. നല്ല മട്ട കാണും കാറ്റ്. നിനക്ക് കാറ്റിനെ കുറിച്ച് എന്നെ അറിയാം. അത് പറ നഫീസ അപ്പത്തെ വീരത്തെ പറ്റി പറയായി എന്നെ പറവ മാറ്റി അങ്ങ് വെച്ച് എന്നാ ബാപ്പ വൈന്റെ കോലോടം കണ്ടിന് എന്നാ ബാപ്പ വൈന്റെ ചക്കയും മാങ്ങയും നാക്ക് കല്യാണത്തോളം വയ്യോ അതിന്റെ കോലോടം കണ്ടിന് നാട്ടുകാരെ ഓടിവാ ഓടിവാ എന്നാ ബാപ്പ വൈന്റെ ഓടിവാ 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 എന്നാ ബാപ്പ വയ്യുനെ കൊണ്ട് വൈന്റെ കല്യാണത്തിൽ വയ്യുനെ കൊണ്ട് വൈന്റെ തെങ്ങിനെ ഇടയില്ലേ നമുക്ക് ഓ അയ്യോലെ ഇടയില്ലേ മൂക്ക് കാൺ കൊണ്ടുപോയി കളക് അത് വാങ്ങിയവാ അത് നോക്കിருக்கா ഓ അതന്നെ ഓടും അല്ല കാവറ കുഞ്ഞി വില പന്തരത്ത് വൈദ്യ കാണുന്നില്ല വലിയ ഓടോങ്ങില്ലേ ഇത് വലിയ ഓടോങ്ങില്ല ഇത് കോട്ടക്കൽക്കാരെ കുഞ്ഞിയാവുമേന 7 പാവുള്ള കപ്പലെന്നാണ് നോക്ക് തോന്നിട്ട് കടൽ കൊള്ളക്കാരെങ്കിലേ അല്ല നാട്ടിനെ പുകച്ചിലില്ലാതെ മറ്റേ കാണും ഇക്കല എന്നെ പല പമ്പനെ നോക്ക് നിക്ക് കാണാൻ എവിടെയാണ് നീ നോക്കുരുക്ക പമ്പനെ ആ ഓടും താനാ ഓടുമെങ്കിൽ അമ്മ പെണ്ണികളെല്ലാം മറച്ചുകളെ ഓമനപ്പൂവിനെയും ബീക്കുന്നെയും എല്ലാ പെണ്ണികളെയും പണ്ടും എല്ലാം മറച്ചുകളെ നായിന്റെ പോകെല്ലാം പണ്ടാൽ അവിടെയെല്ലാം കൊണ്ടുപോകേ അത് കുഞ്ഞാമകളെ ഓടുമില്ല അത് കുഞ്ഞാമനെ ഓടുമില്ല ഇങ്ങ വാ ഇങ്ങ വാ അല്ല ഇങ്ങ വാ അതിനാ കൊമ്പിനെ മേലെ നോക്ക് നേരെ മേലെ പോയി വരിക ഒരു പച്ചക്കൊടി കാണ്ടി അത് ആദി രാജാവിനാണ് എന്നെ ഹുദ്രത്തിനെ കൊണ്ട് തന്നെ കുടിയില്ല പിന്നെ കളി നേരത്തെ പോവാൻ അവൾ ഉമ്മ ആൾക്കാരെ മറക്കോടുന്നില്ലല്ലോ രാജാവേ കൽപ്പന കൊണ്ട് വൈൻഡിയാരക്ക് എന്നെ കൽപ്പന എന്ന് റബ്ബോ അറിയും രാജാതിരാജ കണ്ണൂർ അറക്കൽ വായ ആദിരാജാവിൻ സന്ദേശവുമായി അറബിക്കടൽ താണ്ടി ഈ ഇളയവൻ വന്നിരിക്കുകയാണ്. സ്വീകരിച്ചാലും സ്വീകരിച്ചാലും തതും പച്ച ഓടുത്തതും പച്ച ആയി കടലിണ്ടടിഞ്ഞേറും ഭാഷിയും പച്ച ആയി കയ്യിലെ കെട്ടുന്നൊരു വാച്ചിയും പച്ച ആയി കണ്ണില് വെക്കും കണ്ണാടിയും പച്ച ആയി. രാജാതിരാജൻ അറക്കൽ വാഴും ആദിരാജാവ് അമ്മേനെ ദ്വീപ് കാര്യക്കാരനെ അറിയിക്കുന്നത്, നിങ്ങൾ വാഴും ദേശത്ത് പുറക്കാട്ടകത്ത് ഓമനപ്പൂവെന്ന് പേരുള്ള സുന്ദരിയായ പെണ്ണുണ്ടെന്ന് ഇവിടെ വിവരം കിട്ടിയിരിക്കുന്നു. രാജപത്നി നാട് നീങ്ങിയതിനാൽ രാജപത്നിയായി വാഴിക്കാൻ ആ മഹതിയെ കണ്ണൂരിലേക്ക് അയക്കണമെന്ന് ഇതിനാൽ ഉത്തരവാകുന്നു. ഫറങ്കികൾ നമ്മ
നാട്ടക്ക് ബന്നേലം ആദിരാജാവാണ് നമ്മ രക്ഷിച്ചത്. കുട്ടിയമ്മത് കള്ളനെ നാട് കടത്തിയതും ആദിരാജാവാണ്. അതുകൊണ്ട് ആദിരാജാവിന്റെ സങ്കടം നമ്മ സങ്കടം കാണും. ഇത് ഈ കത്ത് നാം നമ്മ ബിയ്യമാടെ കുട്ടിത്തായവക്ക് തീരുമാനം എടുപ്പാൻ ഏൽപ്പിക്കണ്ട. ഓമന പോകുന്നല്ല എന്നാ കറന്ന കഷ്ണകാണ് എന്നാ വീടാണ്ടി ആര് എന്നോട്ട് ഏത് രാജാവ് എന്നോട്ട് ആര് വന്നാലും ഓമനപ്പൂവിനെ വിട്ടുതരാം. എന്നാ സ്വന്തം സ്വന്തം മാത്രമാണ് ഓമനപ്പൂ. അത് അറക്ക രാജാവാലുകയില് ബാക്കി ആരാലുകയില്ല. എന്നാ ജീവനുള്ളിടത്തോളം കാലം എന്നാ ഓമനപ്പൂവിനെ കൊണ്ടുപോവാം. സമ്മതിക്കാം സമ്മതിക്കാം. ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും ഓമനപ്പൂവിനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. കാണോ ആദിരാജാവിന് വേണ്ടി കൊണ്ടുപോയിരിക്കും. കാണോ ഇത് സത്യം സത്യം സത്യം. കാണോ എന്റെ സ്വന്തമാണ്. ഞാനത് ആർക്കും വിട്ടു തരൂല. എന്റെ സൈന്യവും വന്നിട്ടുണ്ടെങ്കിൽ ഓമനപ്പൂവിനെ കൊണ്ടേ ഞങ്ങൾ പോകൂ. മുത്തും മോകം വാടി മുട്ടും കുളഞ്ഞ് മുത്തുമുഖത്തേക്ക് തട്ടവുമിട്ട് തുള്ളി പുറപ്പെട്ടോൻ കുട്ടി തറവാ. നാലാം തറവാട്ടെ കുട്ടി തറവാ. മുത്തും മുഖം വാടി മുട്ടും കുളഞ്ഞ് മുത്തുമുഖത്തേക്ക് തട്ടവുമിട്ട് തുള്ളി പുറപ്പെട്ടോൻ കുട്ടി തറവാ. നാലാം തറവാട്ടെ കുട്ടി തറവാ. എന്നെ പറവ എങ്ങനെ തന്നെ കൂടെ ആക്ക് പറഞ്ഞു കിട്ടുക ആക്ക് കൂടിയില്ല. എന്നാ പതിരീങ്ങളെ എന്നെ പറവ ആക്ക് പാടാ കളിയാ മോളെ പാട്ട് കിട്ട എങ്ങനെ പറയുക ആക്ക് പൊടിയില്ല. എന്റെ ജീവാണെന്നില്ല എന്നെ തന്നെ പട്ടിപ്പിക്കണം. എന്നെ ചെയ്യും മോളെ പറവ എങ്ങനെ പറയുക എങ്ങനെ തുടങ്ങുക എനിക്ക് മനസ്സിലാവും. ആദിരാജാവ് പോലും തന്റെ പേടും പോലും തന്നെ പോലും ആദിരാജാവ് കൊണ്ടുപോകാൻ പോലും തന്നെ മുട്ടിച്ച് ഓമനപ്പൂരം പോയി കിട്ടുക പൂവേ എന്നാ പൂവേ. ആരെയും കൂടെയും പോകാൻ നാക്കൊരു രാജാവിനെയും വേണ്ട ആരെയും വേണ്ട. നാക്കെന്നാ കുട്ടിത്തറവേ മതി. നാക്കം വിട്ടു കൊടുക്കായി. താൻ പോയാ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ എങ്ങനെ ജീവിക്കും? എന്നാ പടച്ചോനെ എന്നെ പറ എവിടെ പണ്ടതാണ് റബ്ബേ ഞങ്ങൾക്ക് വിധിച്ച പിതിയാ. ഇതെല്ലാം കേട്ടോണ്ട് എന്നെ അടിവയറ്റിട്ട് കിളഫ് വന്നിട്ട് എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിരിക്കാം മറച്ചു വിടിരിക്കാം. നിങ്ങളെ വിട്ടേച്ചു പോകണ്ട. പൊട്ടിക്കരയുണ്ടോളോ മനപ്പൂവി എന്നും കരയുണ്ട ഓമനപ്പൂവി അന്നമറക്കുന്ന ഓമനപ്പൂവി കണ്ടം കരളായ ഓമനപ്പൂവി ഏതു രാജാവിന്ന് ആശ വെച്ചാലും നാം നിന്നെ വീട്ട് കൊടുക്കായൻ പൂവേ 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 എന്ന ഓമന പൂവേ നീ എന്ന ഉള്ളില പിടച്ചിലൻ പൂവേ 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 എന്ന ഓമന പൂവേ നീ എന്ന ഉള്ളില പിടച്ചിലൻ പൂവേ. കാക്കോളെ റബ്ബേ യാ അല്ലാഹ് വകല ബൈന്റെ കൊട്ടാരക്കാർ ബൈന്റെ പൂവേ ബൈന്റെ വില്ല കുടാ ഓ കുടാ രാജകൽപ്പന എന്നാ പൂനെ പൊട്ടിത്തരാ എന്നാ പൂനെ ആസ പൊട്ടിത്തരാ. ഈ രാജ്യം ഈ നാട് മൊത്തം സൈന്യം
വിളിക്കുന്നത്? കാണോ നായിന്റെ മകൾ കണ്ട് കാഫർ മക്കളെ ഒറ്റോതിനോ നന്ന പൂലോടോണം തന്നെ കൊല്ലോടും കാഫർ കുഞ്ഞിനെ ആദിരാജാവിന്റെ ശബ്ദമാണെങ്കിൽ രാജാവിനെ കൊണ്ടുപോകും. രാജാവിനെ നന്ന പൂനെ തൊടല് തൊടല് പൂനെ തൊട്ടെങ്കിൽ പുനല്ല നന്ന പൂനെ പുന കള്ളപ്പന്നികളെ കൊണ്ടുപോകരുത് എന്റെ കൊല്ലി കൊല്ലാതെ കൊണ്ടുപോകരുത് അവന്റെ മോനെ കള്ളപ്പന്നി ഓമനപ്പൂവേ എൻ പുന്നാരപ്പൂവേ കരളിൻ്റെ കണ്ടം കരളായ പൂവേ കുട്ടിത്താറവാന്റെ കരളായ പൂവേ നീ എന്ന ഉള്ളിലെ കൽക്കണ്ടം പൂവേ ഓമനപ്പൂവേ എൻ പുന്നാരപ്പൂവേ കരളിൻ്റെ കണ്ടം കരളായ പൂവേ കുട്ടിത്താറവാന്റെ കരളായ പൂവേ നീ എന്ന ഉള്ളിലെ കൽക്കണ്ടം പൂവേ. ഇത് കോടതി ഈ നാടിന്റെ ജീവൻ തുടിക്കുന്ന നീതിതൻ പീഠമേ ചവിട്ടി മരിച്ച പാരതന്ത്രിയങ്ങൾക്ക് തീർപ്പാക്കി നിൽക്കും രക്ഷകം മഹനീയം. കോടതി ഇത് കോടതി ഈ നാടിന്റെ ജീവൻ തുടിക്കുന്ന നീതിതൻ പീഠമേ ചവിട്ടി മരിച്ച പാരതന്ത്രിയങ്ങൾക്ക് തീർപ്പാക്കി നിൽക്കും രക്ഷകം മഹനീയം. പതിനഞ്ച് ബാർ 2016 പുറക്കാട് അബു സല കോയ ഹാജറുണ്ടോ? ഞാൻ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഇത് സത്യം 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 സത്യം. അമ്മേനി ദ്വീപ് പുറക്കാട് വീട്ടിൽ നിലവിലുള്ള കാരണവരായ അബൂ സാല കോയാണ് അന്യായക്കാരൻ. പുറക്കാട്ടത്തെ സുന്ദരിയായ ഓമനപ്പൂവ് എന്ന സുന്ദരിയെ കുട്ടിത്താവ എന്നയാൾ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ദ്വീപ് ഭരിച്ചിരുന്ന അറക്കൽ ആലിരാജ തൻ്റെ ഭാര്യ മരിച്ച് ഒരു പെണ്ണ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഓമനപ്പൂവിനെ കണ്ടെത്തി ഞങ്ങൾക്ക് സമ്മതമില്ല എന്ന് ഓമനപ്പൂവും കുട്ടിത്താവയും അവരുടെ കുടുംബക്കാരും അറിയിച്ചിട്ടും രാജാവ് അത് കൂട്ടാക്കിയില്ല. നിർബന്ധിച്ച് വിവാഹം ചെയ്ത് കണ്ണൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ദ്വീപുകളിലും അറക്കലിലും ഇസ്ലാമിക ശരീഅത്ത് ക്രമം നിലനിൽക്കുന്നതിനാൽ ഓമനപ്പൂവിനെ അറക്കലിൽ നിന്നും കിട്ടേണ്ട അവകാശം അവളുടെ തറവാടായ പുറക്കാട്ടിലേക്ക് മടങ്ങേണ്ടതെന്നാണ് കേസ്. അന്യായക്കാരനെ ചോദ്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു റോമ. അറക്കൽ രാജാവായ അലി ഹൈദർ എന്ന ആലിരാജ നിങ്ങളുടെ ഓമനപ്പൂവിനെ കല്യാണം കഴിച്ചത് ഏത് വർഷമാണ്? AD 1520.
ഏത് മാസം ഏത് ദിവസം? വർഷങ്ങളേറെ പഴക്കമുള്ളതിനാൽ തീയതിയും മാസവും ഓർക്കുന്നില്ല. ഈ വിവരം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ലക്ഷദ്വീപിലെ വാമൊഴി പാട്ടുകളിലൂടെയും ഞങ്ങളുടെ തറവാട്ടിലെ വാമൊഴികളിലൂടെയും ഓമനപ്പൂവിനെ ആദിരാജാവ് വന്ന് കൊണ്ടുപോയതും കല്യാണം കഴിച്ചതും എല്ലാം അതിൽ ഉണ്ട്. എൻ്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കാരണം കോടതിക്ക് വേണ്ടത് വാമൊഴി തെളിവല്ല എന്ന് താങ്കൾക്കറിയില്ലേ? വാമൊഴി പാട്ടുകൾ ഇവിടുത്തെ ലക്ഷദ്വീപിൻ്റെ സംസ്കാരത്തിൻ്റെ ശുദ്ധമായ തെളിവുകളാണ്. നാടൻ പാട്ടുകളും വാമൊഴികളും ഇവിടുത്തെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന ഓമനപ്പൂവിൻ്റെ കഥ ഇവരുടെ തറവാട്ടുകാർ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ കഥയാണ്. കണ്ണൂരിൽ വാഴും അറക്കൽ ആദിരാജാവിന് ഇങ്ങനെ ഒരു ദ്വീപിൽ വന്ന്, അതും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ മംഗല്യം കഴിച്ച് കൊണ്ടുപോവേണ്ട ഒരു കാര്യവുമില്ല. വെറും വാമൊഴി കഥകളും പാട്ടുകളുമല്ലാതെ ബാഹ്യമായ ഒരു തെളിവും ഇവർക്ക് സമർപ്പിക്കാനില്ല ഇവനോർ. ആയതിനാൽ ഈ കേസ് വെറും ബാലിശമാണ് എന്ന് കണ്ട് അന്യായക്കാരിൽ നിന്ന് കോടതി ചെലവീടാക്കി തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. മാഡം, നമ്മൾ 5 തവണ അറക്കൽ ആദിരാജാവിന്, ഇപ്പോൾ നിലവിലുള്ള ആദിരാജാവിന്, പ്രതിയായ ആദിരാജാവിന് സമൻസ് അയച്ചിട്ടും ഇതുവരെയായിട്ടും കോടതിയിൽ ഹാജരാവാനുള്ള ഒരു നടപടിയും രാജാവ് സ്വീകരിച്ചിട്ടില്ല, കോടതിയോ പോലീസോ സ്വീകരിച്ചിട്ടില്ല. ആയതിനാൽ ഈ കേസ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദിരാജാവിനെ ഇവിടെ ഹാജരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ കൃഷ്ണപ്രസാദ്, അടുത്ത കോടതിയിൽ രാജാവ് ഹാജരാവണം. യുവർ ഓണർ, അദ്ദേഹത്തിന് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ കപ്പൽക്ക് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത്. അടുത്ത കപ്പൽ എപ്പോഴാണ്? 10-ാം തീയതിയാണ് മാഡം. എങ്കിൽ നമുക്ക് 11-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാം. യെസ് യുവർ ഓണർ. 15/2016 പുറക്കാട് കേസ് അറക്കൽ ആദിരാജ. ആദിരാജ ഹാജരുണ്ടോ? ആദിരാജ ഹാജരുണ്ടോ? കണ്ണൂർ കാടപ്പുറത്ത് കാറ്റ് മൂക്കത്ത് കാറ്റടി കോശി കൊള്ളും മാലി രാജാവ് കണ്ടോണ്ടും വന്നീന ബാലുവക്കാരൻ എന്നെ മോഷിപ്പുണ്ട് ആദിലായാവേ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. സത്യം 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 സത്യം. കണ്ണൂർ അറക്കൽ സുൽഫിക്കർ അലി രാജ, താങ്കൾ ഇപ്പോഴത്തെ കിരീടാവകാശിയാണ്. അതെ. ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട അമിനി ദ്വീപിൽ ഓമനപ്പൂ എന്ന സ്ത്രീയെ AD 500-കളിൽ നിങ്ങളുടെ രാജകുടുംബത്തേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? അറിയില്ല. അതെങ്ങനെ താങ്കൾക്കറിയാം? ഇപ്പോൾ രാജാവ് ഞാനാണ്. അറക്കൽ രാജവംശത്തിൻ്റെ തായ്വ ചരിത്രങ്ങളും ചരിത്ര മ്യൂസിയത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. അതിലിങ്ങനെ ഒരു സംഭവങ്ങളോ പേരുകളോ ഞാൻ അറിഞ്ഞിട്ടില്ല. That's all, Your Honor. അറക്കൽ ഭരണത്തിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളെക്കുറിച്ചും താങ്കൾക്ക് വിവരമുണ്ടോ? ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. ഇവിടെ അറക്കൽ ഭരിച്ചിരുന്ന കാലത്ത് കാര്യക്കാരനായിരുന്ന ഒരാളാണ് കോയമ്മക്കുട്ടി. അയാളെക്കുറിച്ച് താങ്കൾക്കറിയാമോ? അറിയില്ല. അമിനിയിൽ പുറക്കാട് എന്ന് പറയുന്ന ഒരു വീടുണ്ട്. ആ വീടിനെ കുറിച്ച് താങ്കൾക്കറിയാമോ? അറിയില്ല. പുറക്കാട്ടിൽ നിന്നും പടിഞ്ഞാറിലേക്കും കിഴക്കോട്ടും
വടക്കോട്ടും തെക്കോട്ടും ഓമനപ്പൂവിനോട് ആലി രാജാവ് ഓടാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതറിയാമോ? അറിയില്ല. അങ്ങനെ ഓമനപ്പൂവ് ഓടിയ ആ സ്ഥലങ്ങളെല്ലാം എൻ്റെ കക്ഷിയായ അബൂസാല ഗോയാന്റെ തറവാട്ടിലേക്ക് ആദിരാജാവ് പതിച്ചു കൊടുത്തിരുന്നു. താങ്കൾക്കറിയാമോ? അറിയില്ല. അമിനി ദ്വീപിലെ ഒരു റോഡ്, നമ്മായി കോടതിന്റെ നേരെ വടക്കേ പോകേണ്ട റോഡിനെ പേര് എന്റെ കക്ഷിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് എതിർഭാഗം വക്കീൽ ഇവിടെ കേസ് വാദിക്കുന്നത്. ദയവ് ചെയ്ത് അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിക്കാൻ പറയണം. ഞങ്ങളെ ഭരിക്കേണ്ട രാജാക്കന്മാർ ഞങ്ങളെ ഭാഷ പിടിയില്ലെന്നാ. അതെന്നെ വിഷയം. അത് ശരിയല്ല മാഡം. അദ്ദേഹം കണ്ണൂരിൽ ജനിച്ച് വളർന്ന് കണ്ണൂരിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നമ്മുടെ ലക്ഷദ്വീപ് ഭാഷ എങ്ങനെ അറിയാൻ പറ്റും? അദ്ദേഹത്തോട് മലയാളത്തിൽ സംസാരിക്കാൻ പറയൂ. കക്ഷിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കോടതിയിൽ സംസാരിക്കാം. അമിനി ദ്വീപിൽ ഒരു റോഡ്, ഈ കോടതിയിൽ നിന്നും വടക്കോട്ട് പോകുന്ന റോഡ്, അതിന്റെ പേര് ഓമനപ്പൂ റോഡ് എന്നാണ്. താങ്കൾക്കറിയാമോ? എനിക്കറിയില്ല. കണ്ണൂർ കടപ്പുറത്ത് കാറ്റ് മുഖത്ത് കാറ്റടി കോശി കൊള്ളും ആലി രാജാവ്. ഇത് താങ്കളുടെ പൂർവികനായ ആലി രാജാവിനെ കുറിച്ച്, ആലി രാജാവിൻ്റെയും പുറക്കാട്ടെ ഓമനപ്പൂവിൻ്റെയും മംഗലത്തെക്കുറിച്ച് എഴുതിയ പാട്ടാണ്. ലക്ഷദ്വീപിലുള്ള നാടൻ പാട്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്കറിയാമോ? അറിയില്ല. ലക്ഷദ്വീപിലെ ചരിത്രശേഷിപ്പുകൾ നാടൻ പാട്ടുകളിലും വാമോയി പാരമ്പര്യത്തിലുമാണെന്ന് താങ്കൾക്കറിയാമോ? അതും അറിയില്ല. ഒന്നും അറിയില്ല. അരക്കൽ ഭരണകൂടം ലക്ഷദ്വീപിലെ അഗത്തിദ്വീപിലുള്ള ബലിയില്ലത്തിലെ മുഴുവൻ ആളുകളെയും കൊന്ന് കടലിൽ ഒഴുക്കിയിട്ടുണ്ടായിരുന്നു, നരനായാട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പൂർവികന്മാര്. അതിനെക്കുറിച്ച് താങ്കൾക്കറിയാമോ? അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ അറിയുന്നില്ല. അതെങ്ങനെ താങ്കൾക്കറിയാം? ഞങ്ങളുടെ രാജകുടുംബം നീതിക്ക് ഭരണം നടത്തിയ രാജകുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭരണത്തിലുണ്ടായിരുന്ന, അറക്കൽ ഭരണത്തിലുണ്ടായിരുന്ന വടക്കൻ ദ്വീപുകളായ കിൽത്താൻ, ചെത്ലാത്ത്, ബിത്ര, കടമം, അമീനി ദ്വീപുകൾ നിങ്ങളുടെ ഭരണം ഇഷ്ടപ്പെടാതെ ശ്രീരംഗപട്ടണത്തിൽ പോയി ടിപ്പു സുൽത്താനെ കണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ടിപ്പു സുൽത്താൻ ഏറ്റെടുത്ത കാര്യം താങ്കൾക്കറിയാമോ? അറിയാം. യുവർ ഓണർ, അറക്കൽ ഭരണത്തിലുണ്ടായിരുന്നതും പിന്നീട് ടിപ്പുവിന്റെ ഭരണത്തിലായതുമായ ദ്വീപുകളിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ചുക്കും അറിയാത്ത ആളാണ് ഈ രാജാവ്. ആയതിനാൽ അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നും ആ കാര്യം വ്യക്തമാണ്. ഇവിടുത്തെ ചരിത്രവും ചരിത്രശേഷിപ്പുകളും ഇവരെ പോലുള്ള ഭരണാധികാരികളാണ് നശിപ്പിച്ചു കളഞ്ഞത്. ഒരു സംഭവം നടക്കാതെ ദ്വീപുകളിൽ ഒരു വാമൊഴി പാട്ടോ വാമൊഴി ചരിത്രമോ ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇവിടുത്തെ സാംസ്കാരിക ചരിത്രം മനസ്സിലാക്കി പുറക്കാട്ടിൽ നിന്നും അറക്കൽ ആലിരാജാവ് മംഗലം കഴിച്ചു കൊണ്ടുപോയ ഓമനപ്പൂവിന് കിട്ടേണ്ട അവകാശങ്ങൾ എൻ്റെ കക്ഷിയായ അബൂസാല ഗോയാന്റെ തറവാടായ പുറക്കാട്ടിലേക്ക് കിട്ടാൻ വേണ്ട വിധി ഉണ്ടാവണമെന്ന് താഴ്മയിൽ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥയും ഭരണകൂടം ചരിത്ര സംരക്ഷണത്തിന് നേരെ കാട്ടുന്ന മുഖം തിരിഞ്ഞു നിൽപ്പും പരിഗണിച്ച് ഇവിടത്തെ വാമൊഴി ചരിത്രവും നാടൻ പാട്ട് പാരമ്പര്യവും മുൻനിർത്തി ഓമനപ്പൂവി ഒരു രാജ്ഞിയായി പരിഗണിച്ച് അവർക്ക് വേണ്ട അവകാശം രാജകുടുംബം നൽകണമെന്ന് ഈ കോടതി വിധിയാവുന്നു. വിശദമായ വിധിപ്പകർപ്പ് 1 മാസം കഴിഞ്ഞ് കോടതിയിൽ നിന്നും കക്ഷികൾക്ക് കൈപ്പറ്റാവുന്നതാണ്. പൂവേ പൂവേ നാൻ നന്നോ കുട്ടിത്തറവാൻ നന്നോ പൂവേ.
രാജാവിനെ ഈ കെട്ടും മാളികെ അന്ന കുട്ടിത്തറവേ ശെറ്റയ്ക്കും പോരാ രാജാവേ. പൂവേ, ഞാൻ ഭരിക്കും നാട് അമീനി രാജ്യം നിനക്ക് സ്വന്തമായി പതിച്ചു തരാം. പറയൂ പൂവേ, ഞാൻ എന്നോ കുട്ടിത്തറവാൻ എന്നോ പൂവേ? രാജാവിനെ കുത്തരിച്ചോറ് അന്ന കുട്ടിത്തറവേ ഒരു ഗ്ലാസ് ഷായക്കും പോരാ. പൂവേ, ഞാൻ ഭരിക്കുന്ന നാട് കണ്ണൂർ രാജ്യം നിനക്ക് സ്വന്തമായി പതിച്ചു തരാം. പറയൂ പൂവേ, ഞാൻ എന്നോ കുട്ടിത്തറവാൻ എന്നോ പൂവേ? ഓജസ് പോയ ഈ രാജാവിനെ തടി നന്ന കുട്ടിത്തറവേ തടിമിടുക്കിനും പോരാ. നീ നിന്നെ അമേരിക്ക പോയിക്കോളൂ, ഇവിടെ വേണ്ട. പൊന്നായ പൊന്നെല്ലാം കണ്ണൂര് നാട്ടിൽ, പെണ്ണായ പെണ്ണെല്ലാം അമ്മേ നീ നാട്ടിൽ, അമ്മേ നീ നാട്ടിൽ പൂറക്കാട്ടകത്ത്, പെണ്ണിലും പെണ്ണായ പെണ്ണുണ്ട് പോലോ, ഓമന പൂവെന്ന് പേരുണ്ട് പോലോ, പറവഞ്ഞാലിക്കിളി ചേരുണ്ട് പോലോ, അത്തിപ്പാളത്തിന്റെ ചുണ്ടുണ്ട് പോലോ, ചെത്തിപ്പാളത്തിന്റെ കവിളുണ്ട് പോലോ, നസ്കത്തീരത്തിന്റെ കണ്ണുണ്ട് പോലോ, വണ്ടിൻ്റെ അഴകൊത്ത മുടിയുണ്ട് പോലോ, കൽവകം കണ്ട കീനാവത് പോലെ, കണ്ണ് കുളിപ്പിക്കും ഓമന പൂവ്, കൽവകം കണ്ട കീനാവത് പോലെ, കണ്ണ് കുളിപ്പിക്കും ഓമന പൂവ്.